സോറി, അഗെയിൻ ഡിക്ലൈൻ. എന്ത് പറ്റി മാഡം? പ്രതാപ് സക്സേനയുടെ മുഴുവൻ പണവും ചെലവാക്കി കഴിഞ്ഞോ? ഇപ്പൊ എൻ്റെ ഈ കൈയുടെ ചൂട് മാത്രമേ നീ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ക്രിഷ്, ഈ നിമിഷം മുട്ടുകുത്തി നിന്ന് എന്നെ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ അധികാരവും സ്വാധീനം കൂടി ഞാൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എത്ര നേരം വിചാരിച്ചിങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നത്? എൻ്റെ മോൻ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ബോഡി ഗാർഡ്, മേഘ്ന, മേഘ്ന പ്ലീസ്, എൻ്റെ അച്ഛനും അമ്മയും വിട്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയുന്നത് അതെല്ലാം ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. മേഘ്ന പ്ലീസ്, എൻ്റെ അച്ഛനും അമ്മയും വെറുതെ വിടണം. മേഘ്ന പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് ചോദിക്കാം, എൻ്റെ അച്ഛനും അമ്മയും ഒന്ന് വെറുതെ വിട് പ്ലീസ്. മേഘ്ന, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. പ്ലീസ് പ്ലീസ് മേഘ്ന. എന്തേ കാണിക്കുന്ന? എഴുന്നേക്ക്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ലെങ്കിൽ എന്താ? പ്രകാശ് സക്സേനെ നീ വിളിക്കാൻ പോവാണോ? ഉറപ്പായിട്ടും. ഈ ഫോൺ ചെയ്തവർക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി? അസിസ്റ്റന്റ് ആവാനല്ലേ പോയത്? അവിടെ നിന്ന് തിരിച്ചു വരാതെ നിനക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലല്ലോ. നീ ഞങ്ങളെ വിളിച്ചോണ്ട് ഒരു കാര്യമില്ല. ഓ, ഇവിടെ നിന്നിങ്ങനെ കൂടുതൽ നാടകം കളിക്കാൻ നിൽക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ഓക്കെ, ഗെറ്റ് ഔട്ട്. സെക്യൂരിറ്റി, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ശാലിനി ആർക്കും പുറത്തേക്കാൻ കഴിയില്ല. നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒട്ടും സമയം കളയാനില്ല, ഇപ്പൊ തന്നെ. എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് തോന്നുന്നു. ഇറ്റ്സ് അർജന്റ്. വിട്. ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ലേ? നിന്റെ അച്ഛനമ്മ നിന്നോടത് പറഞ്ഞു തന്നിട്ടില്ല? വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ബഗേഴ്സ് കാരണം പാർട്ടി നല്ല എന്റർടൈനിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ബട്ട് യു നോ വാട്ട്, ഇവിടെ കുറച്ചുകൂടെ എന്റർടൈനിങ് ആവുന്നത് പോലീസുകാർ ഇവിടെ വന്ന് ശാലിനിയെ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോഴാണ്. ആൻഡ് ക്രിഷ്, മൈ ലവ്, ഇവിടെ സംഭവിച്ച നഷ്ടം നീ നികത്തുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവും, എൻ്റെ കൂടെ, എൻ്റെ വളർത്തുനായയായിട്ട്. മേഘ്ന, ശാലിനിയുടെ അടുത്ത് ഒരു തെറ്റുമില്ല. പ്ലീസ് മേഘ്ന, പോലീസിനെ വിളിക്കരുത്. ഇവളെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവളെ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എനിക്കറിയണ്ടേ എൻ്റെ വളർത്തുനായ എത്ര വിശ്വസ്തനാണെന്ന്. ശ്രമിച്ചു നോക്ക്. എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവളെ 3-4 വർഷമെങ്കിലും ജയിലിലാക്കുന്നത് എനിക്ക് നിസ്സാരമാണ്. ഓക്കെ മേഘ്ന മാഡം, എനിക്ക് നിങ്ങളുടെ നായയാവാൻ സമ്മതമാണ്. മുനി കൃഷ്, അതിന് കഴിയോ നിനക്ക്? എന്നാ ശരി, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇവിടെ മുട്ടുകുത്തി നിന്ന് കാണിക്കുക. അത് ശരി, ഇവനാണോ ഇത്? അല്ല, നീ ആരാ? ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഈ പാർട്ടിയിൽ എൻട്രി ഇൻവിറ്റേഷൻ വഴിയാണ്. എന്നാ നീ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊന്ന് വായോ. ഞാൻ നിനക്ക് കാണിച്ചു തരാം പണക്കാരുടെ പാർട്ടി എങ്ങനെയായിരിക്കും. ഈ ആന്റിക് പീസ് ലോകത്തിലെ 2 പീസേ ഉള്ളൂ. ഇതിൽ മറ്റൊരെണ്ണം എൻ്റെ അച്ഛൻ്റെ അടുത്താണ്, ഹേമന്ത് വർമ്മയുടെ അടുത്ത്. ദിയ വർമ്മ, നീ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. അല്ല സഞ്ജയ് സാർ, ഇതാണോ? നിങ്ങളെന്താ ഇവിടെ? മേഘ്ന മാഡം, എനിക്ക് സ്റ്റാൻഡേർഡ് കുറച്ച് കുറവാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ ഒരാൾക്ക് വേണ്ടിയും വളർത്തുനായ ആവാൻ പോകുന്നില്ല. അമ്മയച്ച പോവാം.
സാർ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നിങ്ങൾ എത്ര വലിയ ആൾക്കാരാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ പാവപ്പെട്ടവരെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ മകന് വേണ്ടി ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. അതിനുവേണ്ടി ഞങ്ങൾ ആരാണെന്ന് മറച്ചു വെച്ചേ പറ്റൂ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മകനാവും കൃഷ്. നിനക്കറിയാലോ ഹേമന്ത്, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഒരുപക്ഷെ അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മകൻ കൃഷിന് ജീവന് തന്നെ ആപത്തായി മാറും. അവന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ അവൻ പാവപ്പെട്ടവനായി തന്നെ ജീവിക്കണമെന്നാണ്. അവനങ്ങനെ ജീവിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പാവപ്പെട്ടവരൊന്നും മോശക്കാരല്ല. ഈ കാര്യം നിങ്ങളല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? മോളെ ശാലിനി, മോൾ ഇന്ന് ഞങ്ങളെ രക്ഷിച്ചു. എല്ലാം എൻ്റെ മോന് വേണ്ടിയല്ലേ. ഇതിന് ഞങ്ങള് എങ്ങനെ നന്ദി പറയട്ടെന്നറിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള ആൻറ്റി. നീ ഉറപ്പായും നല്ലൊരു സ്ത്രീയാണ്. നീ എനിക്കൊരു ചാൻസ് തരുമോ തെറ്റ് തിരുത്താനായിട്ട്? നീ എന്നെ ഡിന്നറിന് കൂട്ടിയിട്ട് പോവാണെങ്കിൽ പ്രതാപ് സക്സേനയുടെ മകള് എപ്പോഴും ഒരു പാവപ്പെട്ടവന്റെ കൂടിയാ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളവൻ ആരാ? നീ എന്തിനാ ഇവന്റെ കൂടെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മകൾ സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ മകളുടെ സന്തോഷം അതെൻ്റെ കൃഷ്ണന്റെ കൂടെ കഴിയുന്നതാ. ഓ ജസ്റ്റ് ഷട്ടപ്പ്. ഇങ്ങോട്ട് നോക്ക്. ഇതുവരയ്ക്കും ഞാൻ എൻ്റെ മോളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ പിച്ചക്കാരുമായിട്ടൊന്നും ബന്ധമുണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അവരുടെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കില്ല. നിങ്ങൾക്കറിയോ വിക്രാന്ത് റാത്തോഡ് ആരാണെന്ന്? നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അദ്ദേഹത്തിന്റെ ഷൂസ് അഴിക്കാൻ യോഗ്യതയില്ല. എന്നോട് ക്ഷമിക്കണം ശാലിനി, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രണയത്തിന് മുമ്പിൽ അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിക്രാന്തിനെ ഒട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കാൻ പറ്റില്ല. നീ ഒന്ന് വായടയ്ക്കോ? എന്താ നിന്റെ പ്രശ്നം? സക്സേന എന്താണോ പറയുന്നത് അതാണ് നടക്കേണ്ടത്. കം ഓൺ ശാലിനി, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? നിനക്കറിയില്ലേ വിക്രാന്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ധരം പാട്ടീലിന്റെ പാർട്ടിയുടെ ഇൻവിറ്റേഷൻ അയച്ചിരിക്കുക. ധരം പാട്ടീൽ, ഇവർക്ക് അദ്ദേഹത്തിന്റെ പ്ലേറ്റ് കഴുകാനുള്ള യോഗ്യതെങ്കിലും ഉണ്ടോ? പിച്ചക്കാരന്മാര്. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞങ്ങളെ കൊണ്ട് അതൊന്നും സാധിക്കില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഈ പാർട്ടിയിൽ ഏറ്റവും മുന്നിലിരിക്കാനുള്ള ഇൻവിറ്റേഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇൻവിറ്റേഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ദാ നോക്കൂ. എനിക്ക് തോന്നുന്നത് ഇവര് പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് VIP പാസ് കിട്ടിക്കാണുമെന്നാ. അമ്മേ, ഇത് ഈ പാസ് എങ്ങനെ അമ്മയുടെ കയ്യിൽ കിട്ടിയത്? അതൊരു ഭാഗ്യം മോനെ. അത് നിന്റെ അച്ഛനും ഞാനും റോഡ് വൃത്തിയാക്കുന്ന കൂട്ടത്തില് കിട്ടിയതാ മോനെ ഈ VIP പാസ്. സത്യമായിട്ടും ഈ പാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ. ഞങ്ങൾ ഈ പാർട്ടിക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? ധരം പാട്ടേലിന്റെ പാർട്ടിക്ക് പോയിട്ട് വെറുതെ ഭക്ഷണം കഴിക്കാനല്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും ആവില്ലല്ലോ. നിങ്ങൾ പൊക്കോളൂ. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കുട്ടികൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ സ്നേഹത്തിന് ഒരിക്കലും വിലയിടരുത്. വില ഇയാൾ നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി വിക്രാന്തുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഇപ്പൊ ഒരു പാർട്ടി ഇൻവിറ്റേഷന് വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നു. നിനക്കറിയാവുന്നതല്ലേ ധരം പാട്ടീലിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നത് എത്ര ഭാഗ്യമാണെന്ന്? എക്സാക്ട്ലി. ഞാനൊരു ബിസിനസ്മാൻ. ഞാൻ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിലേ ചെയ്യൂ. ഞാൻ നന്നായിട്ട് ആലോചിച്ചു. ഇപ്രാവശ്യം എൻ്റെ മോള് വലിയ തെറ്റാ ചെയ്തത്. ശാലിനി, നിന്റെ അച്ഛൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. നിനക്കറിയാലോ പ്രണയം കടല് പോലെ ആഴമുള്ളതാണെന്ന്. കൃഷ്, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മോനെ. മോനൊരു കാര്യം അറിയോ? നിനക്കൊരു മുത്തശ്ശനും കൂടിയുണ്ട്. മുത്തശ്ശനോ?
നീ അവരെ വന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം. ഒരു മിനിറ്റ്. അവരെ വിടലടാ, പിടിക്കണവരെ. ഓടിക്കോ, നേരം പട്ടിക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. അച്ഛാ, അച്ഛാ, ഇവരെല്ലാം ആരാണ്? ഇവർക്ക് നിങ്ങളോട് പ്രശ്നമുണ്ടോ? ഇതിൽ ഇവർക്ക് പങ്കില്ല, എന്നോടാ പ്രശ്നം. അവർ ഉറപ്പായിട്ട് എന്നെ തന്നെ അന്വേഷിച്ചു വന്നതായിരിക്കും. അയ്യോ, ആരാ നിങ്ങൾ? എന്തിനാ എന്നെ അടിച്ചേ? ചെറുപ്പത്തില് നീയും എന്നെ ഇതുപോലെ അടിക്കുമായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ അടിച്ചു. എന്താ നോക്കുന്നത്? കാലില് വീണ് അനുഗ്രഹം വാങ്ങടാ. നായക്ക് രക്ഷപ്പെട്ടു ബോസ്. നരമ്പാട്ടിലിന്റെ ആൾക്കാരാ രക്ഷിച്ചത്. എന്താടാ ഇത്? ഒരുപാട് പ്ലാൻ ചെയ്തല്ലേ? നായക്കിന്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. കാണാൻ നല്ല സ്മാർട്ടായിരുന്നു. നായക്കിന്റെ കൂടെ അതാരാന്നറിയണം. വേഗം കണ്ടുപിടിക്കുക. അമ്മ, ശരിക്കും ഇതെന്റെ മുത്തശ്ശനാണോ? അതെ, നാളെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും ഇപ്പൊ നീ മുത്തശ്ശനെ കണ്ടില്ലേ, കാത്തിരിക്കേണ്ടി വന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് അച്ഛനെത്തി. ഏയ്, നിനക്ക് സുഖമാണോടാ പൊന്നുമോനെ? നീ ഒരുപാട് വളർന്നല്ലോ, സന്തോഷമുണ്ടടാ. വന്ന് കെട്ടിപ്പിടിക്കടാ. നന്നായിട്ട് വരും. ഇതിന്റെ അർത്ഥം എനിക്കൊരു കുടുംബം ഉണ്ടെന്നല്ലേ? എനിക്കും എന്ത് പറയണമെന്നറിയില്ല. എത്ര സന്തോഷത്തിലാണ് ഞാനെന്ന്. ഇതാര്? ഇതാ നമ്മളുടെ വരാനിരിക്കുന്ന മരുമകള് ശാലിനി. ഇവരിഷ്ടത്തിലാ. ഓ, ആ, നന്നായിട്ട് വരുമ്പോൾ. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. ഒരു കാര്യം ഓർമ്മിക്കണം, ഒരു കാരണവശാലും മനുഷ്യന്റെ സന്തോഷം ഒരു കുറവും വരരുത്. നമുക്ക് പോവാം. പോവല്ലോ. ആ, നടക്ക്. നിക്ക്. എന്താ ഇതെന്താ വേഷം? എന്താ ഭിക്ഷക്കാരൊക്കെ ഇങ്ങനെയല്ലേ? ഇതല്ല പിച്ചക്കാരുടെ വേഷം. വളരെ മോശമായി അച്ഛാ. കൂടുതലോ? അതെ. പൈജാമ തിരിച്ചാലോ? പ്ലീസ്. എന്നാ വാ. നീ കണ്ടില്ലേ വിനീത, നമ്മുടെ അൻഷ എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്ന്? അവൻ നന്നായിട്ട് പാചകവും ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ശാപ്പാട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. വളരെ നന്നായിട്ടുണ്ടടാ മോനെ. ആ, ഓ എൻ്റെ വിനായക, അങ്ങേക്ക് ലക്ഷം ലക്ഷം കോടി കോടി നന്ദി അറിയിക്കുന്നു. ഇന്നെൻ്റെ മുഴുവൻ കുടുംബവും എൻ്റെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എൻ്റെ ദൈവമേ, എല്ലാത്തിനും വളരെ നന്ദി. അച്ഛാ, മതി അച്ഛാ, ഒരുപാട് ഓവറായി പോകുന്നു. എൻ്റെ ആക്ടിങ് ഓവറായോ? മതിയാക്ക്. മുത്തശ്ശ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തുപോയി ഭക്ഷണം കഴിച്ചാലോ? പുറത്തുനിന്നോ? എന്താ ഈ പറയുന്നേ? അതിനൊക്കെ കുറെ കാശാവും. നമുക്കതൊന്നും വേണ്ട മോനെ. ആ, എല്ലാരും വീട്ടിലിങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതല്ലേ സുഖമുള്ള കാര്യം. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. എൻ്റെ കൊച്ചുമോൻ ആദ്യമായിട്ടാണ് എന്നോടൊരാഗ്രഹം പറഞ്ഞത്. തീർച്ചയായും നടത്തിക്കൊടുക്കും. വാ മോനെ, ഒരു വലിയ ഹോട്ടലിൽ തന്നെ പോകാം. നമുക്ക് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാം. നീ പണത്തിനെ പറ്റിയൊന്നും ആലോചിക്കുകയേ വേണ്ട. ഞാനില്ലേ? അതല്ലച്ചാ, പിന്നെ പോവാ ആന്റി. ഇതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണം. പിന്നെ ഇന്നത്തെ ഫുഡ് എന്റെ ട്രീറ്റാ. ഈ കുടുംബം ഒന്നായതുകൊണ്ട്. എനിക്കിതൊന്നും ശരിയായി തോന്നുന്നില്ല. മൊത്തം കുടുംബവും ഭക്ഷണം കഴിക്കാൻ പോവില്ലേ? പക്ഷെ നമ്മുടെ പുതിയ മരുമോള് പറയുന്നത് ബില്ല് അവള് പേ ചെയ്യുന്ന. ഞാനല്ലേ വീട്ടിൽ മുതിർന്ന ആള്. എന്താ ഇത്? ആ, ഇപ്പോഴാ ഓർത്തത്. ഞാൻ ലോട്ടറി എടുത്ത കാര്യം ഞാൻ മറന്നുപോയി. ഇന്നാണ് അതിന്റെ തെരഞ്ഞെടുപ്പ്. ആ ലോട്ടറി എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാത്തിനും പേ ചെയ്യാമല്ലോ. ലോട്ടറി? മുത്തശ്ശൻ ലോട്ടറി എടുക്കാറുണ്ടോ? ഏയ്, ഇല്ല ഇല്ല, ഞാൻ ലോട്ടറി ഒന്നും എടുക്കാറില്ല. ഞാൻ ആദ്യമായിട്ടാ ലോട്ടറി എടുത്തത്. ഇന്ന് അതിന്റെ ഡേറ്റ് അല്ലേ? നോക്ക്, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് മോനെ. നിന്നെ എനിക്ക് കിട്ടിയില്ലേ? അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പുണ്ട് ഈ ലോട്ടറി ഇന്ന് എനിക്ക് അടിക്കുമെന്ന കാര്യം. ദോ, അവിടെ കാണുന്നൊരു ലോട്ടറി കട തന്നെയല്ലേ? ഞാൻ അവിടുന്ന് തന്നെയാണ് ടിക്കറ്റ് വാങ്ങിയത്.
നീ പോയിട്ട് നോക്ക് മോനെ, ലോട്ടറി അടിച്ചോന്ന്. ശരി മുത്തശ്ശൻ. ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ, എൻ്റെ മുത്തശ്ശനെടുത്ത ലോട്ടറി ടിക്കറ്റാ, ഇതൊന്ന് നോക്കുമോ? ആ നോക്കാലോ. ഈ ലോട്ടറി അടിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാ? അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന തോന്നുന്നു. അച്ഛാ, ആ. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തീ കാണിക്കുന്നത്? എന്തു പറ്റി? പറ്റിക്കാൻ നോക്കുന്നു. അവൻ എന്തൊരു കുഞ്ഞാണോ ഈ പൊട്ടക്കഥയൊക്കെ വിശ്വസിക്കാനായിട്ട്? ഇതുവരെയ്ക്കും വിശ്വസിച്ചില്ലേ? ഇനിയും വിശ്വസിച്ചോളും. നിനക്ക് വിശ്വാസമില്ല അല്ലേ? ഇത് കണ്ടില്ലേ, ഒരൊറ്റ മുടി പോലുമില്ല. ഇതൊക്കെ പണം സമ്പാദിക്കാൻ നോക്കിയിട്ട് നഷ്ടമായതാ. കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങനെയുമായി. അവനിങ്ങോട്ട് വരട്ടെ. ആ 9943 എടാ മോനെ, നിന്റെ ഭാഗ്യം തെളിഞ്ഞു എന്നാ തോന്നുന്നേ. നിനക്ക് 1 ലക്ഷം, അതായത് 1 ലാക്ക് സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട്. എന്തായാലും നിന്റെ സമയം കൊള്ളാം. ഇതാ ഇത് മൊത്തം എനിക്കാണോ? പിന്നല്ലാതെ ഈ പണം മൊത്തം നിനക്ക് തന്നെയാ മോനെ. മുത്തശ്ശ, 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 നമുക്കിത് നല്ല ദിവസമാണ്. നമുക്ക് 1 ലക്ഷം ലോട്ടറി അടിച്ചിട്ടുണ്ട്. 1 ലക്ഷോ? കലക്കിടാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇവൻ എന്തൊക്കെയാ കാട്ടുന്നത്? വേറെ 1 ലക്ഷമാണോ നീ എൻ്റെ കൊച്ചുമോന് കൊടുത്തേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ അവന് 1 കോടിയെങ്കിലും കൊടുക്കണമെന്ന കാര്യം. ഞാൻ അവിടെ ചെന്നൊന്ന് ചോദിച്ചിട്ട് വരാം. ഒന്ന് നിർത്ത്. 1 ലക്ഷം തന്നെ മതി. 1 കോടി എന്നൊക്കെ പറഞ്ഞാ അവന് സംശയമല്ലേ? അത് ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഒരു ദിവസം നമ്മൾ പറഞ്ഞല്ലേ പറ്റൂ. പക്ഷെ ഇപ്പൊ പറയാൻ പാടില്ല. അച്ഛനൊന്ന് സമാധാനായിട്ട് നിൽക്കും. നിങ്ങൾ ധരംപാട്ടിലല്ല, ഈ റോഡിലെ പെറുക്കികളില്ലേ, ഈ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ഞങ്ങളുടെ അച്ഛനാ നിങ്ങൾ. അത് മറന്നു പോണ്ട. ആ മോനെ, കണ്ടോ, മൊത്തത്തിൽ 1 ലക്ഷം കിട്ടിയല്ലേ? വലിയൊരു ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താ നിങ്ങളെല്ലാം എങ്ങോട്ടാ പോകുന്നേ? ബുക്ക് ചെയ്തിട്ടുണ്ടോ? സാർ, ഇവിടെ വരുന്നതിന് ബുക്കിംഗ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വന്നേനെ. ബുക്കിംഗ് ഒന്നും ചെയ്യാതെ അകത്ത് പോകാമെന്നാണോ? 5 സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെയൊന്നും അകത്ത് കിടക്കാൻ പറ്റില്ല. പോയിക്കോ. ഏയ് മിണ്ടരുത്. ഞങ്ങളെ തടയാനായിട്ട് നീ ആരാ? ഒന്ന് പോണം സാർ, നിങ്ങളെ കണ്ട പിച്ചക്കാരനെ പോലുണ്ട്. ഏയ്, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇനി ആരാ ഞങ്ങളെ തടയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ നീ എന്നോട് കുറച്ച് ക്ഷമയോടെ സംസാരിക്കണം, അല്ലെങ്കിൽ വേറെ പലതും സംഭവിക്കും. എടാ, ഇവന്മാര് നമ്മളെ ഒന്നും ചെയ്യില്ല. വാ, പോയി ഭക്ഷണം കഴിക്കും. ഈ കിഴവനെ കൂട്ടിയിട്ട് പോയിക്കോ, അല്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. മനസ്സിലായടോ നിങ്ങൾക്ക്? പോയിക്കോ. എന്റെ മുത്തശ്ശന്റെ മേലെ കൈവച്ചത് നീ ചെയ്ത വലിയ തെറ്റ്. ഞാനെന്താ അയാളുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണോ? ഏയ്, മര്യാദയ്ക്ക് അവന്റെ കയ്യിൽ നിന്ന് വിട്. ആ മതി, ഒരുപാടായി. ഇനി ഞാൻ ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കും ഞാൻ ആരാണെന്ന്. നമ്മുടെ മകന് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്യേണ്ടതല്ലേ അച്ഛാ? എന്നെ അപമാനിച്ചാൽ ഞാൻ സഹിക്കും. കൊച്ചുമോനെ തൊട്ടാ ഇവരെ 2 പേരെയും ശിക്ഷിച്ചാലേ എനിക്ക് തൃപ്തിയാവും. ഇവരെവിടുന്ന് പുറത്താക്കിയ നിങ്ങളെ ജോലിന്ന് പുറത്താക്കും. ഞാൻ പ്രതാപ് സക്സേനയുടെ മകൾ ശാലിനി സക്സേന. ഇനി ആർക്കാ തടയേണ്ടത്? മുത്തശ്ശ, നിന്നെ കാണിച്ചു തരാം. ഇത് പണക്കാരൊക്കെ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുമായിരിക്കും അല്ലേ? ഇവിടെ കാണുന്ന ഈ ആർഭാടങ്ങളൊക്കെ കണ്ട് നീ ഒട്ടും പേടിക്കണ്ടടാ മോനെ. ഒരു പ്രാവശ്യം നീ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് നോക്ക്, നല്ല രുചിയുണ്ടാവും. പിന്നെ നീ ജീവിതത്തിൽ ഒരിക്കലും ആ ടേസ്റ്റ് മറക്കില്ല. അല്ല മുത്തശ്ശ, നിങ്ങൾക്കെങ്ങനെ ഈ ഹോട്ടലിനെ കുറിച്ചൊക്കെ അറിയുന്നേ? മുത്തശ്ശൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തപ്പോഴല്ലേ? ഈ വലിയ ഹോട്ടലിൽ അച്ഛൻ എപ്പോഴോ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട്. അതാ നല്ലതാന്നൊക്കെ പറയുന്നത്. ശാലിനി, ഓ, കമ്പനിയിൽ പണിയെടുക്കുന്നവർക്കെല്ലാം ഇന്ന് ട്രീറ്റ് ആണോ? നീ എന്താ ഇവിടെ? നിനക്ക് ഇയാളെ അറിയാമോ? ആരുടെ കൂടെയാണോ ഇനി മുതൽ ജീവിക്കേണ്ടത് അവനെ അറിയില്ല. പിന്നെ ഞാൻ ഇവളുടെ ഫിയാൻസി. എൻ്റെ പേര് വിക്രാന്ത്.
എന്റെ ഫിയാൻസി അല്ല, ഫിയാൻസി ആയിരുന്നു. എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അല്ല, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ കൃഷ് വെഡിങ് കാർഡ് നിനക്ക് അയച്ചു തരുമല്ലോ. കല്യാണോ? അത് ഇവന്റെ കൂടെ. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷം ഒരുപാട് കഷ്ടപ്പെടുന്നു. കൃഷ് എന്ത് ചെയ്താലും എനിക്കതൊന്നും ഒരു വിഷയമല്ല. അവൻ ജനുവിനാ. ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്നെ നിനക്ക് ശരിക്കും അറിയില്ലേ? ഇപ്പൊ എന്താണ് എന്റെ വാശി എന്ന് വെച്ചാ ഈ വിക്രാന്തിന്റെ ഭാര്യയായിട്ട് നീ ഉണ്ടാവണം. ഹേയ്, അവളെ കൈ നിന്ന് വിട്ടെ. കൈ വിടാൻ വിട്. നീ ആരോടെന്ന് വെച്ചാ ഇങ്ങനെ സംസാരിക്കുന്നേ? വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുത്. ഈ വിക്രാന്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാ അവൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. മോനെ, അയ്യോ, നിനക്കെന്ത് ധൈര്യം ഉണ്ടേട്ടടാ എന്റെ കൊച്ചുമോനെ നീ തല്ലിയത്? അമ്മാവാ, ഇത് വെറും ട്രെയിലറാ. പിക്ചർ ഇനിയും ബാക്കിയില്ലേ, അത് കാണിക്കാം. മാനേജർ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടുത്തെ കാര്യം ശരിക്കും നോക്കുന്നില്ലെന്നാ. അതുകൊണ്ടാ ഈ പിച്ചക്കാരെല്ലാം ഇവിടേക്ക് കയറി വന്ന. സെക്യൂരിറ്റി, ആരാ ഇവരെ അകത്തേക്ക് വിട്ടത്? ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് പ്രതാപ് സക്സേനയുടെ മകളാ, അതായത് ഞാൻ. മാഡം, ഇവര് വളരെ ചീപ്പായ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് അകത്തേക്ക് വന്നത്? സെക്യൂരിറ്റി, ഇവരെ വിളിച്ച് പുറത്തോട്ടുണ്ടോ?